Hello students, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൊഡ്യൂൾ 4ലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എസ്എ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ Purdue മോഡൽ ഫോർ കൺട്രോൾ ഹൈറാർക്കി. അപ്പോൾ കൺട്രോൾ ഹൈറാർക്കിയുടെ Purdue മോഡലാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫ്രെയിംവർക്ക് അക്രോസ് ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ്സ് ഗ്ലോബലി. ഇൻഡസ്ട്രിയൽ എൻവയോൺമെൻറ്റ്സിനെ ഗ്ലോബലി ഈ ഒരു ഏറ്റവും കൂടുതൽ വൈഡായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഫ്രെയിംവർക്കാണ് കൺട്രോൾ ഹൈറാർക്കിയുടെ Purdue മോഡൽ എന്ന് പറഞ്ഞാൽ. എവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? മാനുഫാക്ചറിങ്, അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ്, മെനി അതർ ഇൻഡസ്ട്രീസ്, അങ്ങനെ പല ഇൻഡസ്ട്രികളിലായിട്ട് ഇത് യൂസ് ചെയ്ത് വരുന്നു. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസുകളെയും എക്യുപ്മെൻറ്റ്സിനെയും ഹൈറാർക്കി ഫങ്ഷണൽ ലെവൽസ് വെച്ചിട്ട് സെഗ്മെൻറ്റ് ചെയ്യുന്നു ഈ ഒരു Purdue മോഡൽ ഫോർ കൺട്രോൾ ഹൈറാർക്കി എന്ന് പറയുമ്പോൾ. ഇനി ഇതിൻ്റെ ഒരു ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത്. എൻ്റർപ്രൈസ് സോൺ, DMZ, ഓപ്പറേഷൻ സപ്പോർട്ട്, ദെൻ പ്രോസസ് കൺട്രോൾ, സ്കാഡ സോൺ, സേഫ്റ്റി. ഓക്കെ, അപ്പം ലെവൽ 0 തൊട്ട് ലെവൽ 5 വരെയാണ് ഉള്ളത്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അവിടെ സേഫ്റ്റി ക്രിട്ടിക്കൽ അങ്ങനെ ഒരു സോൺ ഉണ്ട്. അതുപോലെ തന്നെ പ്രോസസ് കൺട്രോൾ, സ്കാഡ സോണിൻ്റെ അകത്ത് ലെവൽ 0 ടു ലെവൽ 2 വരെ സൂപ്പർവിഷണറി കൺട്രോൾ, അതുപോലെ ബേസിക് കൺട്രോൾ, പ്രോസസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഓപ്പറേഷൻ സപ്പോർട്ടിൻ്റെ അകത്ത് ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ ലെവൽ 3 ആണ്. ദെൻ DMZ അതായത് ഡീമിലിറ്ററൈസ്ഡ് സോൺ, ഷെയർഡ് ആക്സസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഷെയർഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ പല സോണുകൾ തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ആക്സസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല നോട്ട്സ് തമ്മിൽ. ഇനി എൻ്റർപ്രൈസ് സോൺ എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസ് നെറ്റ്വർക്കും ബിസിനസ് പ്ലാനിങ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്ക്. അപ്പോൾ ലെവൽ 4 to 5 ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ആൻസറിൽ ഡയഗ്രാംസ് വളരെ നീറ്റായിട്ട് വലിയതായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് നോക്കാം. ദിസ് മോഡൽ ഐഡൻറ്റിഫൈസ് ലെവൽസ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ഡിഫൈൻസ് ഈച്ച് ലെവൽ. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ഓരോ ഓപ്പറേഷൻസിൻ്റെ ലെവൽസിനെയും ഐഡൻറ്റിഫൈ എന്നിട്ട് ഓരോ ലെവലിനെയും ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ദ എൻ്റർപ്രൈസ് ആൻഡ് ഓപ്പറേഷണൽ ഡൊമൈൻസ് ആർ സെപ്പറേറ്റഡ് ഇൻ ടു ഡിഫറെൻറ്റ് സോൺസ്. അപ്പോൾ എൻ്റർപ്രൈസും അതുപോലെ ഓപ്പറേഷണൽ ഡൊമൈൻസും ഡിഫറെൻറ്റ് സോൺസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കാണ്. ആൻഡ് കെപ്റ്റ് ഇൻ സ്ട്രിക്റ്റ് ഐസൊലേഷൻ വിയാൻ ഇൻഡസ്ട്രിയൽ ഡീമിലിറ്ററൈസ്ഡ് സോൺ. DMZ വെച്ചിട്ട് എന്ത് ചെയ്തു? ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് സ്ട്രിക്റ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തേക്കുവാണ് ഒരു ഇൻഡസ്ട്രിയൽ ഡീമിലിറ്ററൈസ്ഡ് സോൺ വെച്ചിട്ട്. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാം അല്ലേ? എൻ്റർപ്രൈസ് സോൺ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? എൻ്റർപ്രൈസ് നെറ്റ്വർക്കും ബിസിനസ് പ്ലാനിങ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഐസൊലേറ്റ് ചെയ്തേക്കുവാണ് ഒരു DMZ വെച്ചിട്ട്, ഡീമിലിറ്ററൈസ്ഡ് സോൺ ഷെയർഡ് ആക്സസ് വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്തേക്കുവാണ്? ഐസൊലേറ്റ് ചെയ്തേക്കുക, രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. അതിൻ്റെ നടുക്ക് DMZ വെച്ചിട്ടുണ്ട്. ഇനി എന്താ? ഓപ്പറേഷൻ സപ്പോർട്ട്. അപ്പോൾ എൻ്റർപ്രൈസ് സോണിനെയും ഓപ്പറേഷൻ സപ്പോർട്ടിനെയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് DMZ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുവാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതാണ് ആ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ഇനി എൻ്റർപ്രൈസ് സോൺ, നമുക്ക് ഓരോ സോണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലെവൽ 5 തൊട്ട് താഴോട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നത്. എൻ്റർപ്രൈസ് സോണിൽ പറഞ്ഞ ലെവൽ 5 എൻ്റർപ്രൈസ് നെറ്റ്വർക്കും ഉണ്ട്, ബിസിനസ് പ്ലാനിങ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്കും ഉണ്ട്. എന്താണ് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക്സ് എന്ന് വെച്ചാൽ? കോർപ്പറേറ്റ് ലെവൽ ആപ്ലിക്കേഷൻസ് സച്ചസ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഡോക്യുമെന്റ് മാനേജ്മെന്റ് സർവീസസ് സച്ചസ് ഇന്റർനെറ്റ് ആക്സസ് ആൻഡ് VPN എൻട്രി ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ് എക്സിസ് അറ്റ് ദിസ് ലെവൽ. അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ അതുപോലെ തന്നെയാണ് വരുന്നത് കോർപ്പറേറ്റ് ലെവൽ ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള എൻ്റർപ്രൈസ് ERP, അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ദെൻ ഡോക്യുമെന്റ് മാനേജ്മെന്റ് സർവീസസ്, പിന്നെ മറ്റ് സർവീസസ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ആക്സസ്, VPN എൻട്രി, ഔട്ട്സൈഡ് വേൾഡ് എന്താണ് പല സ്ഥലത്തു നിന്നുള്ള VPN എൻട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലെവലാണ് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക്. ഇനി ലെവൽ 4 നോക്കാം. ബിസിനസ് പ്ലാനിങ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്ക്. ഇവിടുത്തെ പ്രത്യേകത എന്താ? ദ IT സർവീസ് എക്സിസ്റ്റ് അറ്റ് ദിസ് ലെവൽ. അപ്പോൾ IT സർവീസുകളെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ്. And may include scheduling system, material flow applications, optimization and planning system, and local IT services such as phone, email, printing and security monitoring. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് പ്ലാനിങ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്ക് ആണ് ഈ ലെയറിൻ്റെ പേര്. ലെവൽ 4 ആണിത്. ഇവിടെ IT സർവീസുകളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവും? ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിനെ ഷെഡ്യൂൾ ചെയ്യുന്ന പരിപാടി, അതുപോലെ മെറ്റീരിയൽ ഫ്ലോ ആപ്ലിക്കേഷൻസ്, ദെൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് പ്ലാനിങ് സിസ്റ്റം, ലോക്കൽ IT സർവീസസ് ആയിട്ടുള്ള ഫോൺ, ഇമെയിൽ, പ്രിന്റിംഗ് ആൻഡ് സെക്യൂരിറ്റി മോണിറ്ററിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ബിസിനസ് പ്ലാനിങ് ആൻഡ് ലോജിസ്റ്റിക് നെറ്റ്വർക്ക്. ഇനി അടുത്താണ് ഇൻഡസ്ട്രിയൽ ഡീമിലിറ്ററൈസ്ഡ് സോൺ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ലെവൽ 5ഉം 4ൻ്റെയും കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന DMZ. എന്താണ് DMZ എന്ന് നോക്കാം. ദ DMZ പ്രൊവൈഡ്സ് എ ബഫർ സോൺ വെയർ സർവീസസ് ആൻഡ് ഡാറ്റ ക്യാൻ ബി ഷെയർഡ് ബിറ്റ്വീൻ ദ ഓപ്പറേഷണൽ ആൻഡ് എൻ്റർപ്രൈസ് സോൺ. ഓപ്പറേഷണലും എൻ്റർപ്രൈസ് സോണും തമ്മിൽ ഷെയർ ചെയ്യുകയാണ് അവിടുത്തെ സർവീസും ഡാറ്റയും. ഇപ്പോൾ ഇതൊരു ബഫർ സോണാണ്. ഈ ഒരു ബഫർ സോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലുള്ള ആൾക്കാരാണ് എൻ്റർപ്രൈസ് സോൺ, താഴെയുള്ള ആൾക്കാരാണ് ഓപ്പറേഷണൽ സോണും. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഡാറ്റേനെയും സർവീസസിനെയും ഷെയർ ചെയ്യും.
അപ്പോൾ ഡാറ്റേനെ ഈ പറയുന്ന സർവീസിനെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ബഫർ സോണാണ് DMZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഓൾസോ അലോസ് ഫോർ ഈസി സെഗ്മെന്റേഷൻ ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഫീച്ചറാണ് സെഗ്മെന്റേഷനും ഓപ്പറേഷണൽ കൺട്രോളും. ബൈ ഡിഫോൾട്ട് നോ ട്രാഫിക് ഷുഡ് ട്രാവേഴ്സ് DMZ. ഇപ്പോൾ DMSനെ ട്രാഫിക് ഒരു ട്രാവേഴ്സ് ചെയ്യുന്നില്ല. സോ എവറിത്തിങ് ഷുഡ് ഒറിജിനേറ്റ് ഫ്രം ഓർ ടെർമിനേറ്റ് ഓൺ ദിസ് ഏരിയ. അപ്പോൾ എല്ലാം തന്നെ എന്താണ് ഇവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നതും ടെർമിനേറ്റ് ചെയ്യുന്നതും ഈ ഏരിയയിലാണ്. ഓക്കെ, അവിടെ ഒരു ട്രാഫിക് എന്ന് പറയുന്ന സംഭവം വരുന്നില്ല. ഇനി അടുത്താണ് ഓപ്പറേഷണൽ സോൺ. ഓപ്പറേഷണൽ സോണിൽ എന്തൊക്കെയാണ്? 0 തൊട്ട് ലെവൽ 3 വരെയാണ് വരുന്നത്. ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ, സൂപ്പർവിഷണറി കൺട്രോൾ, ബേസിക് കൺട്രോൾ പ്രോസസ്. ലെവൽ 3 എന്താണ്? ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ. ദിസ് ലെവൽ ഇൻക്ലൂഡ് ദ ഫംഗ്ഷൻസ് ഇൻവോൾവ് ഇൻ മാനേജിംഗ് ദ വർക്ക് ഫ്ലോ ടു പ്രൊഡ്യൂസ് എ ഡിസൈർഡ് എൻഡ് പ്രൊഡക്ട്സ് ആൻഡ് ഫോർ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എൻറ്റയർ ഓപ്പറേഷണൽ സിസ്റ്റം. ഈ ഒരു ലെവലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എൻഡ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വർക്ക് ഫ്ലോനെ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ലെവൽ 3 അതായത് ഓപ്പറേഷൻസ് ആൻഡ് കൺട്രോൾ ലെയർ ചെയ്യുന്നത്. ആൻഡ് പ്രൊഡക്ട്സ് ആൻഡ് ഫോർ മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ എൻറ്റയർ ഓപ്പറേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ മോണിറ്ററിങ്ങും കൺട്രോളിങ്ങും നമ്മുടെ എൻറ്റയർ ഓപ്പറേഷണൽ സിസ്റ്റത്തിനെ എൻറ്റയർ ആയിട്ടുള്ള മോണിറ്ററിങ്ങും കൺട്രോളിങ്ങും ഇതെല്ലാം ഈ ഒരു സോണിലാണ്, ഈ ഒരു ലെവലിലാണ് വരുന്നത്. ഇനി അടുത്ത ലെവൽ 2 സൂപ്പർവിഷണറി കൺട്രോൾ. ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് സോൺ കൺട്രോൾ റൂംസ്, കൺട്രോളർ സ്റ്റാറ്റസ്, കൺട്രോൾ സിസ്റ്റം, നെറ്റ്വർക്ക് ഓർ ആപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ കൺട്രോൾ റിലേറ്റഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ഒരു ലെവലിൽ എന്തൊക്കെയാണ് സോണിൻ്റെ അകത്ത് വരുന്നത്? ഇൻക്ലൂഡ് സോൺ കൺട്രോൾ റൂംസ്, കൺട്രോൾ റൂമുകൾ വരും. സൂപ്പർവിഷണറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം കൺട്രോൾ റൂംസ് വരുന്നുണ്ട്, കൺട്രോളർ സ്റ്റാറ്റസ്, പിന്നെ കൺട്രോൾ സിസ്റ്റം, നെറ്റ്വർക്ക് ഓർ ആപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ മറ്റ് കൺട്രോൾ റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എല്ലാം വരുന്നത് എവിടെയാണ്? സൂപ്പർവിഷണറി കൺട്രോളിലാണ്. ഇനി അടുത്ത ലെവൽ 1 ബേസിക് കൺട്രോൾ. ഈ ഒരു ലെവലിൽ എന്താണ്? കൺട്രോളേഴ്സ് ആൻഡ് IEDs, dedicated HMIs and other application may talk to each other to run part or all of the control functions. ഈ ഒരു ലെവലിൽ എന്തൊക്കെയാ? കൺട്രോളേഴ്സും IEDസും അതുപോലെ ഡെഡിക്കേറ്റഡ് HMIs ആൻഡ് അതർ ആപ്ലിക്കേഷൻ, മറ്റ് ആപ്ലിക്കേഷൻസും എല്ലാം അവർ തമ്മിലൊരു ഡിസ്കഷൻ നടക്കുന്ന സ്ഥലം അല്ലെ. മേ ടോക്ക് ടു ഈച്ച് അതർ ടു റൺ പാർട്ട് ഓർ ഓൾ ഓഫ് ദ കൺട്രോൾ ഫംഗ്ഷൻസ്. അപ്പോൾ കൺട്രോൾ ഫംഗ്ഷൻസിൻ്റെ അകത്തും അങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവർ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ് ലെവൽ 1 ബേസിക് കൺട്രോൾ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺട്രോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടെയാണ്. ഇനി പ്രോസസ് ലെവൽ 0. ദിസ് ഈസ് വെയർ ഡിവൈസസ് സച്ച് as sensors and actuators and machines such as drives, motors and robot communicate with the controllers or IEDs. അപ്പോൾ ഈ ഒരു ലെവൽ 0 എന്ന് പറഞ്ഞാൽ പ്രോസസ് ലെയർ ആണ്. ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ ഡിവൈസസ് സച്ച് as sensors and actuators, സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഡ്രൈവ്സ്, മോട്ടോഴ്സ്, റോബോട്ട്സ് ഇങ്ങനെയുള്ള മെഷീൻസും അതുപോലെ തന്നെ ഡിവൈസസ് ആയിട്ടുള്ള സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഇവരെല്ലാം എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് വിത്ത് കൺട്രോളേഴ്സും അതുപോലെ IEDസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലെവലാണ് ലെവൽ 0 പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ സേഫ്റ്റി സോൺ. സേഫ്റ്റി സോൺ എന്താണ്? സേഫ്റ്റി ക്രിട്ടിക്കൽ. So this level include devices, sensors and other equipment used to manage the safety functions of the control system. കൺട്രോൾ സിസ്റ്റത്തിന്റെ സേഫ്റ്റി ഫങ്ഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി എന്താണ്? ഡിവൈസസ്, സെൻസേഴ്സ് ആൻഡ് അതർ എക്യുപ്മെന്റ്സ് ആർ യൂസ്ഡ്. ഓക്കെ, മറ്റിതുപോലെ ഡിവൈസും സെൻസേഴ്സും അതർ എക്യുപ്മെന്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് കൺട്രോൾ സിസ്റ്റത്തിന്റെ സേഫ്റ്റി ഫങ്ഷൻസ് മാനേജ് ചെയ്യുന്നു. അതാണ് സേഫ്റ്റി സോൺ എന്ന് പറഞ്ഞാൽ. Purdue മോഡൽ ഓഫ് കൺട്രോൾ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ വൈഡ്ലി യൂസ് ചെയ്ത് വരുന്ന ഒരു ഫ്രെയിംവർക്കാണ്. എവിടെയാണ്? ഇൻഡസ്ട്രി എൻവയോൺമെന്റ്സ് ഗ്ലോബലി. ഇതിന്റെ യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? മാനുഫാക്ചറിങ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ദെൻ അതർ ഇൻഡസ്ട്രീസ്. ഇനി എന്താണ്? സെഗ്മെന്റ്, ഡിവൈസിന് എക്യുപ്മെന്റ്സിനെയൊക്കെ സെഗ്മെന്റ് ആയിട്ട് ഇത് കൊടുത്തേക്കുവാണ് അല്ലേ. ഇപ്പോൾ ഓരോ സോൺ, എന്റർപ്രൈസ് സോൺ, DMZ, ഓപ്പറേഷൻ സപ്പോർട്ട്, ദെൻ പ്രോസസ് കൺട്രോളർ, സ്കാഡ സോൺ, സേഫ്റ്റി നമ്മൾ പറഞ്ഞു അല്ലേ. ഓരോ ഡിവൈസുകളൊക്കെ യൂസ് ചെയ്തിട്ട് സേഫ്റ്റി നോക്കുന്നു. ദെൻ പ്രോസസ് കൺട്രോൾ, അവിടെ കമ്മ്യൂണിക്കേഷൻ IEDസും അങ്ങനെയുള്ള സംഭവങ്ങളും മെഷീൻസും ഒക്കെ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ദെൻ ഓപ്പറേഷൻ സപ്പോർട്ട്, DMZ, ദെൻ എന്താണ്? എന്റർപ്രൈസ് സോൺ. ഓക്കെ, ഇപ്പോൾ എന്റർപ്രൈസ് സോണിൻ്റെ എന്തായിരുന്നു? അവിടുത്തെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, റിസോഴ്സ് പ്ലാനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് എന്റർപ്രൈസ് സോൺ അല്ലേ. പിന്നെ ബിസിനസ് പ്ലാനിങ് ഉണ്ട്, IT സർവീസുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ലെയറിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ DMSന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് ഷെയർഡ് ആക്സസ് അല്ലേ, അതാണ് DMSനെ കുറിച്ച് ഓർക്കേണ്ട പോയിന്റ്. ദെൻ ഓപ്പറേഷണൽ സോൺസ് 3 ലെവൽസ് അല്ലെ, 4 ലെവൽസ് 3, 2, 1, 0 ഇതെല്ലാം പറഞ്ഞു. ദെൻ സേഫ്റ്റി സോൺ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഡയഗ്രാം മറക്കാതെ ഇതിനകത്ത് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക. താങ്ക് യു.